ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു നെയ്യപ്പമുണ്ട്, അതേ ടേസ്റ്റും ടെക്സ്ചറോട് കൂടെ തന്നെ ചെയ്യുന്ന ഒരു റെസിപ്പിയായത്. ഇതിനു മുമ്പേ തന്നെ ഞാൻ നെയ്യപ്പത്തിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ചെയ്യുന്ന വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ട് ചെയ്യുന്ന രീതിയാണ്. അതുപോലെ ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല. സാധാരണ രീതിയിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വെള്ളയപ്പം പുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന പച്ചരിയില്ലേ, അതാ ഇതിലേക്ക് എടുക്കേണ്ടത്. ചോറിന് ഉപയോഗിക്കുന്ന പച്ചരിയല്ല. അപ്പോൾ നമ്മൾ എടുത്ത അരി 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകിയെടുത്തതാണ്. വെള്ളമെല്ലാം ഫുള്ളായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായൻ്റെ കുരു മാത്രം ചേർത്താൽ മതി. അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സെയിം കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. അതുപോലെ 1/4 കപ്പ് മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചേർക്കുന്നുണ്ട്. 1 കപ്പ് ശർക്കര പൊടിച്ചത് എടുത്തിന് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അലിയിച്ച് ചൂടെല്ലാം തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന്. അതുപോലെ തന്നെ 1/4 കപ്പ് ഫ്രഷായിട്ട് തേങ്ങയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ വെള്ളം ഉപയോഗിച്ചിട്ടുള്ളത് 1/4 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിനിമം 8 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 8 മണിക്കൂറിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നിങ്ങൾക്ക് കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. മാവ് ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനൊന്നിച്ച് തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തേങ്ങാക്കൊത്തെല്ലാം ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് പഴമെല്ലാം ചേർത്തിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ പൊതുവേ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ തേങ്ങാക്കൊത്ത് പഴമെല്ലാം ചേർത്തിട്ട് ചെയ്യാറ്. അപ്പോൾ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലെയിൻ ആയിട്ടേ ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാവ് റെഡിയാവും. അടുത്തത് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടായിൽ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലൊരു ചൂടുണ്ടാവണം. അതിനുശേഷം ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. മാവ് ഒഴിച്ചിട്ട് അതുപോലെ തന്നെ അത് നന്നായിട്ട് വീർത്ത് വരും. നമ്മൾ അനക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വീർത്ത് വന്നതിന് ശേഷമാണ് നമ്മളിത് മറച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് വീർത്ത് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് ലൈറ്റായിട്ട് ഇങ്ങനെ ഓയിലൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മേലഭാഗവും നന്നായിട്ട് വെന്ത് നല്ല രീതിയിലൊന്ന് സെറ്റായി കിട്ടാനാണ്. ഇല്ല, നമ്മൾ മേലഭാഗം ഇങ്ങനെ സോഫ്റ്റായിട്ട് തന്നെ മറച്ചിടുമ്പോൾ ചിലപ്പോൾ മേലഭാഗം പൊട്ടിപ്പോവും. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സൈഡെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മളിത് മറച്ചിട്ട് കൊടുക്കണം. അടുത്ത സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷം വീണ്ടും മറച്ചിട്ടിട്ട് നമ്മൾക്ക് എടുക്കുക. അപ്പോൾ ഇത് ഓയിലിന് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഓയിലിന് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഓയിലിൻ്റെ ചൂടാണ്. നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഫുള്ളായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴും മാത്രമേ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വരെക്കും നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വീർത്ത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഒന്ന് ഫ്ലോപ്പായത് കാണിക്കാം. ഇതുപോലെ ലാസ്റ്റിലൊരു നെയ്യപ്പായത് ഞാൻ ഇതിലേക്ക് പാത്രത്തിൽ വീണ്ടും ഓയിലൊന്നും ഒഴിക്കാണ്ട് കുറച്ച് ഓയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഒട്ടും ഇല്ലാത്തത് കൊണ്ട് ഇത് ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള പോലെയാണ് ഉള്ളത്. അതുപോലെ നമ്മൾ ഓയിലിൻ്റെ ചൂട് ശ്രദ്ധിക്കണം. ഒരുപാട് ഓവർ ചൂടുമല്ല, ചൂട് കുറഞ്ഞിട്ടുമല്ല. പക്ഷേ മാവ് ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു ചൂട് തന്നെ ഉണ്ടാവണം. അതിനുശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ കണ്ട ഇതൊട്ടും ശരിയാവാണ്ട് ഇതുപോലെയല്ല. ഇത് കഴിക്കാൻ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല, പക്ഷേ എങ്കിൽ കാണാൻ ഒട്ടും ഭംഗിയുണ്ടാവില്ല. അപ്പോൾ നെയ്യപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഓരോ നെയ്യപ്പവും കാണുമ്പോഴും നന്നായിട്ട് തന്നെ വീർത്ത് നല്ല രീതിയിലുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡ് ഭാഗമെല്ലാം നല്ല മൊരിഞ്ഞ് നല്ല രീതിയിലുണ്ടാവും. ഉൾഭാഗം നല്ല ആരെടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴുണ്ടാവില്ലേ നല്ല സോഫ്റ്റായിട്ട്, അത്രത്തോളം സോഫ്റ്റായിട്ടല്ല ഇതുണ്ടാവുക. കുറച്ചൊരു കട്ടിയായിട്ടുള്ള പോലെയാണ് ഉണ്ടാവുക. പൊതുവേ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു നെയ്യപ്പം ഇതുപോലെ കട്ട് ചെയ്ത് നോക്കാം. അത്രത്തോളം അതിൻ്റെ ഉൾഭാഗമെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാവും. അപ്പോൾ നമ്മൾ സൈഡ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പോലെയാണ് ഉണ്ടാവുക.
അപ്പോൾ ഉൾഭാഗം കണ്ടോ നല്ല സോഫ്റ്റായിട്ട് നല്ല ഫുള്ളായിട്ട് ആരെടുത്തിട്ടില്ല പോലെ ഉണ്ട്, ഒട്ടും കട്ടിയായിട്ടുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്